പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുണ്ടോ? ഇന്ന് സന്തോഷമായിരിക്കുന്നുണ്ടോ? ഓരോ ദിവസവും നമ്മൾ സന്തോഷമായിരിക്കണം. അതുകൊണ്ടാണ് ദൈവം, ഞാൻ നിന്റെ കൂടെ നടക്കുന്ന ദൈവം, യേശുവിനോടൊത്ത് നടക്കുന്ന ഒരനുഭവത്തിൽ നാം ജീവിക്കണം. ദിവസവും നമ്മൾ അവനോടൊത്ത് ദിവസം തുടങ്ങണം, അവനോടൊത്ത് അവസാനിപ്പിക്കണം. അവൻ എല്ലായിടത്തും കൂടെ ഉണ്ടാകും, ശരിയല്ലേ? അതുകൊണ്ട് നിങ്ങൾ തളർന്നു പോകാതെ എപ്പോഴും യേശുവിനെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്? മകളെ, നീ അനുഗ്രഹിക്കപ്പെട്ട മകൾ, മകനെ, നീ അനുഗ്രഹിക്കപ്പെട്ട മകൻ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുന്നു. നിങ്ങൾ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ്. വചനത്തിൽ ഭാഗ്യവാനും ഭാഗ്യവതിയും ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വചനം നോക്കാം. റോമർ 4:7 അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നർത്ഥം. നമ്മൾ പൊതുവായിട്ട് എന്താണ് കരുതുന്നത്? വലിയ വീടുണ്ട്, സൗകര്യമുണ്ട്, ജോലി, സമ്പാദ്യം, പണം, കാറുണ്ട്, ഓ അവനാണ് ഭാഗ്യവാൻ, അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് കരുതും. അതല്ല, അതെല്ലാം തന്നെ ശാശ്വതമില്ലാത്തതാണ്. ഇന്നൊരാളുടെ കയ്യിലുണ്ടാകും, നാളെ വേറൊരാളുടെ കയ്യിലായിരിക്കും. എത്രയോ വലിയ തൊഴിലുടമകൾ പിച്ചക്കാരായി നാട്ടിൽ നിന്ന് ഒളിച്ചോടുന്നത് നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ അതല്ല യഥാർത്ഥ അനുഗ്രഹം. യഥാർത്ഥ അനുഗ്രഹം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. എന്നാൽ ആരാണെന്നറിയാമോ? പാപങ്ങൾ ആർക്കാണ് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത്, ആരുടെ പാപമാണ് മൂടിവെക്കപ്പെട്ടത്, അവരാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവർ. അവരുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടാകും, ശാന്തതയുണ്ടാകും, വലിയൊരു സന്തോഷമുണ്ടാകും. നിങ്ങൾക്കതുപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതുവരെ നിങ്ങൾ ചെയ്ത പാപങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടോ? ആരാണ് ക്ഷമിക്കുക? എങ്ങനെയാണ് മൂടിയിടുക? എന്തുമാത്രം പണം കൊടുത്ത് പരിഹാരം തേടണം? പണം കൊടുത്തൊന്നും പാപവിമോചനം നേടാൻ സാധിക്കില്ല. പരിഹാരത്തിന്റെ പേരിൽ നിങ്ങൾ എത്ര പണം ചെലവാക്കിയാലും പാപം ക്ഷമിക്കപ്പെടില്ല. പാപവിമോചനം സൗജന്യമാണ്. അത് ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. ആരാണ് ക്ഷമിക്കുക എന്നറിയാമോ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആരാണ് പരിഹാരം ചെയ്തത്, അവന് മാത്രമേ പാപം ക്ഷമിക്കാൻ സാധിക്കൂ. യേശുക്രിസ്തു നമ്മുടെ പരിഹാരകനെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. രക്തം ചൊരിഞ്ഞാലല്ലാതെ പാപവിമോചനം ഉണ്ടാവില്ല. അതായത് ഒരു മനുഷ്യന് പാപവിമോചനം ഉണ്ടാകുവാനായി ഒരു മനുഷ്യരക്തം ചൊരിയപ്പെടണം. ആ രക്തം വിശുദ്ധമായിരിക്കണമെന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. മനുഷ്യരിൽ ആരാണ് വിശുദ്ധൻ? നമ്മളെല്ലാവരും പാപികളാണ്. പിന്നെന്താണ് ചെയ്യുക? അതുകൊണ്ടാണ് ദൈവം താനേ മനുഷ്യനായി അവതാരമെടുത്ത് വിശുദ്ധിയുള്ളൊരു ജീവിതം ജീവിച്ച് കുരിശിൽ തന്റെ വിശുദ്ധമായ രക്തത്തെ ചൊരിഞ്ഞു. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന്. യേശുവേ, ഞാൻ പാപിയാണ്, എനിക്ക് വേണ്ടി നീ കുരിശിൽ രക്തം ചൊരിഞ്ഞ് എനിക്ക് പരിഹാരമുണ്ടാക്കി തന്നു. നിന്റെ രക്തം കൊണ്ടെന്നെ കഴുകി എന്റെ പാപത്തെ ക്ഷമിക്കണമേ. പാപത്തെ അറിഞ്ഞ് മനസ്താപപ്പെട്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇങ്ങനെ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ അവൻ കുഴിച്ചു മൂടുന്നു, അവരുടെ രക്തം മൂടിക്കളയുന്നു. അവരാണ് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. അവരെയാണ് ദൈവമക്കൾ എന്ന് പറയാനാകൂ. ആ അനുഭവം നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പറയൂ, കർത്താവേ, യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ രക്തം ചൊരിഞ്ഞുവല്ലോ. അങ്ങയുടെ രക്തത്താൽ എന്റെ ഹൃദയത്തെ കഴുകണമേ, എന്റെ പാപങ്ങളെ വിമോചിപ്പിക്കണമേ, എന്റെ ലംഘനങ്ങളെ ക്ഷമിക്കണമേ. ഞാനിതുപോലെ പാപമെന്നാൽ എന്താണ്? പാപമെന്നാൽ കൊല ചെയ്യുന്നതും കൊള്ളയടിക്കുന്നതുമാണ് പാപമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്തകളും വ്യഭിചാരവും ദുഷ്പ്രവൃത്തികൾ, കാമവികാരം, അശുദ്ധം, ദൂഷണം, അസൂയ, പക ഇവയെല്ലാം ഉള്ളിൽ നിന്നും പുറപ്പെട്ടു വരും. അത് മനുഷ്യനെ അശുദ്ധമാക്കുമെന്ന് യേശു സ്വയം പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ഇച്ഛകൾ, അസൂയകൾ, വിദ്വേഷം, മോഹങ്ങൾ പോലെ ലോകത്തിൻ്റെതായ വിഷയങ്ങൾ തുടങ്ങിയ പാപങ്ങളെല്ലാം എന്റെ മനസ്സിനകത്തുണ്ട്. അവയെ ക്ഷമിച്ച് മറക്കണമേ. അങ്ങയുടെ രക്തം കൊണ്ട് ഹൃദയത്തെ കഴുകണമേ, എന്റെ പാപത്തെ മൂടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശുക്രിസ്തു നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ച് നിങ്ങൾക്ക് പുതിയ ഹൃദയം നൽകും. അതാണ് ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയം. അതാണ് സമാധാനം നിറഞ്ഞ, ആത്മീക സ്വസ്ഥത നിറഞ്ഞ ഹൃദയം. അതാണ് ദൈവീക സമാധാനം നിറഞ്ഞ ഹൃദയം. അവരാണ് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. നിങ്ങളത് നേടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കൂ. ഇതുവരെ നേടിയിട്ടില്ലെങ്കിൽ ഹൃദയത്തിൽ കൈവച്ച്
യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്റെ പാപത്തെ മൂടണമേ, എനിക്ക് പാപത്തിൽ നിന്ന് മോചനം തരണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഇന്നു മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. പ്രാർത്ഥിക്കാമോ? യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ രക്തം ചൊരിഞ്ഞ് എന്റെ പാപത്തെ എല്ലാം ചുമന്ന് തീർത്തിരിക്കുന്നു. എന്റെ ഹൃദയത്തെ അങ്ങയുടെ രക്തത്താൽ കഴുകണമേ. ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും, എന്റെ ജന്മപാപവും കർമ്മപാപവും പുതിയ പാപം എല്ലാം നിന്റെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിച്ച് എന്റെ പാപങ്ങളെ മൂടണമേ. ആ ശാശ്വത സന്തോഷത്തെയും സമാധാനത്തെയും എനിക്ക് തരണമേ. എന്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ. അങ്ങത് ചെയ്തിരിക്കുന്നു, നന്ദി. എന്റെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു. എന്നെ ഭാഗ്യവാനായും ഭാഗ്യവതിയുമാക്കി മാറ്റിയിരിക്കുന്നു. അതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.